ഇന്നലെ രക്ഷിതാക്കളോട് യാത്ര പറഞ്ഞ് സ്കൂളിലേക്ക് പോയ പെൺകുട്ടിയാണ്. പക്ഷെ സ്കൂളിൽ എത്തിയില്ല. ഒരു രാത്രി മുഴുവൻ പെൺകുട്ടിയെ കാണാനില്ലെന്ന പരാതിയിൽ നാടൊന്നാകെ അന്വേഷിച്ചു, പോലീസ് ഒന്നാകെ അന്വേഷിച്ചു. ആ അന്വേഷണം എത്തി നിൽക്കുന്ന ഒരു ക്രൂരതയുടെ വാർത്തയിലേക്കാണ് ആ പെൺകുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ ഇതാ റെയിൽവേ ട്രാക്കിന് സമീപം കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം ആ കേസുമായി ബന്ധപ്പെട്ട് അതേ സ്കൂളിലെ വിദ്യാർത്ഥിയായ 16-കാരൻ, +1 വിദ്യാർത്ഥിയായിരിക്കണം, ആ 16-കാരനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഒരുപാട് ദുരൂഹതകൾ പ്രാഥമിക ഘട്ടത്തിൽ ബാക്കിയാണ്. കൊലപാതകമാണെങ്കിൽ എങ്ങനെ കൊലപ്പെടുത്തി, ഇയാൾ ഒറ്റയ്ക്കായിരുന്നോ, എങ്ങനെ രക്ഷപ്പെട്ടു, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ട ഗോൾഡൻ അവറിലൂടെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഗോകുൽ വേണുഗോപാലാണ് സംഭവ സ്ഥലത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി പോകുന്നത്. ഗോകുൽ, ഇപ്പോൾ പോലീസ് നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ രാത്രി തന്നെ ഇത്തരത്തിൽ പെൺകുട്ടിയെ കൊലപ്പെടുത്തി അതിനുശേഷം ഈ പറയുന്ന ആൺ സുഹൃത്ത് അല്ലെങ്കിൽ അതേ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന കസ്റ്റഡിയിലുള്ള പ്രതി അവിടെ നിന്ന് സ്ഥലം വിട്ട് സ്വന്തം വീട്ടിലേക്ക് എത്തുന്നു. പിന്നീട് നാട്ടുകാർ ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയ കാര്യം പോലീസിനെ അറിയിക്കുന്നു. പോലീസ് ഈ ലീഡ് വെച്ച് തുടങ്ങിയ അന്വേഷണത്തിൽ ഈ വെള്ളം കുടിക്കാനെത്തിയ വീട്ടിലെത്തുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഒരു വിദ്യാർത്ഥി ഇന്നലെ ഫോണിൽ വിളിച്ചിരുന്നു വീട്ടിലേക്ക്. പരിഭ്രമിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു, ദാഹിച്ചുകൊണ്ടാണ് എത്തിയത്, ഒരുപാട് നുണകളാണ് പറഞ്ഞതെന്നൊക്കെ പോലീസിനോട് വീട്ടുകാർ നൽകിയ മൊഴിയുടെ പിന്നാലെ ഈ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. എങ്ങനെയാണ് അതിന്റെ ക്രോണോളജി? തീർച്ചയായും സുഹേൽ, ഇപ്പോഴെന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 11 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു മൃതദേഹം ഉള്ളതായിട്ടുള്ള കാര്യം ഈ പറയുന്ന തൊടിയപ്പലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രാക്കിൽ കൂടി നടന്നുകൊണ്ടുവന്ന് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആ ഭാഗത്ത് നിന്ന് നടന്നു തന്നെയായിരിക്കണം ഇരുവരും വന്നത് എന്നൊരു പ്രാഥമികമായ സൂചനയാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തുടങ്ങിയ ഇൻക്വസ്റ്റ് നടപടികളാണ് എന്തായാലും പുരോഗമിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് കൊലപാതകം അല്ലെങ്കിൽ മരണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ എന്തായാലും പൂർത്തിയാവേണ്ടതുണ്ട്. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതായിട്ട് പോലീസിന് ഈ പറയുന്ന ആൺ സുഹൃത്ത് 16 ആൺ സുഹൃത്ത് മൊഴി നൽകിയിട്ടുണ്ട്. അതിൽ തർക്കമില്ല. പക്ഷേ എന്താണ് അത്തരത്തിലൊരു കാര്യത്തിലേക്ക് നയിച്ചത് എന്നതിനെ സംബന്ധിച്ച കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ഇന്നലെ ഇവർ ഒരുമിച്ചാണ് ഈ പറയുന്ന സ്കൂളിൽ നിന്ന് വന്നത് എന്നതിനെ സംബന്ധിച്ച പ്രാഥമികമായിട്ടുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നു. കാരണം പരിചയക്കാരാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്നും പോലീസിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. പെൺകുട്ടിയെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവന്നതാണോ മറ്റെന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയാണോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങളൊക്കെ ലഭിക്കേണ്ടതുണ്ട്. ഒരുപാട് സംശയങ്ങൾ ബാക്കിയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു മൃതദേഹം ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ ഇതിൽ കാരണക്കാരനായിട്ടുള്ള 16-കാരൻ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളത് ഈ അന്വേഷണം എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത് എന്നതിനെ സംബന്ധിച്ചതിൽ വളരെ വൈകാതെ തന്നെ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന സൂചനയിലേക്കാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ കൃത്യം നടത്തിയതിനു ശേഷം അയാൾ രക്ഷപ്പെടാൻ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കള്ളങ്ങൾ മെനഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ തന്നെ ഇന്നലെ രാത്രി തന്നെ പൂർണ്ണമായും തകർന്നടിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം 8 മണിയോടുകൂടി ഈ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയതിന് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള തൊടികപ്പുലം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിന്റെ സിഗ്നൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ പരിശോധന നടത്തുന്നു. നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടെ കൂടുന്നു. ആ പരിശോധനയിലൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. പിന്നീട് ആ സിഗ്നൽ മാറിപ്പോകുന്നതായിട്ടുള്ള വിവരമാണ് നാട്ടുകാരിൽ നിന്നും നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പിന്നീട് ഏകദേശം 9 മണിയോടുകൂടി ഈ പറയുന്ന ആൺ സുഹൃത്ത് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് പോയതിനു ശേഷം വെള്ളം വേണമെന്ന് ആവശ്യപ്പെടുകയും ഈ കുട്ടിയുടെ പരിഭ്രാന്തി കണ്ടതിനു ശേഷം മോൻ വീട്ടിൽ പോയതിനു ശേഷം വീട്ടിലെത്തിയതായിട്ടുള്ള വിവരം പങ്കുവെക്കണമെന്ന് ഈ പറയുന്ന വീട്ടുകാർ, അതായത് ഈ കുറ്റകൃത്യം നടത്തിയതിനു ശേഷം പ്രതി കയറി ചെന്നിട്ടുള്ള വീട്ടിലെ കുടുംബക്കാർ പറയുകയും അതുപ്രകാരം ഇവൻ വീട്ടിലെത്തിയതിനു ശേഷം തിരികെ വിളിച്ചതിന് ശേഷം താൻ വീട്ടിലെത്തി എന്ന വിവരം പങ്കുവെക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതേ ട്രാക്കിൽ തന്നെയായിരുന്നു പോലീസിന്റെ അന്വേഷണം പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായതിനാൽ തന്നെ പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്ന സമയത്തു തന്നെ ഇയാളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇയാളും സ്കൂളിൽ എത്തിയിട്ടില്ല എന്നൊരു വിവരം ലഭിക്കുന്നത്. പക്ഷേ അതിനെ സംബന്ധിച്ച മിസ്സിംഗ് പരാതികളൊന്നും ഈ ഒരു പോലീസ് സ്റ്റേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇയാളെയും ഈ പെൺകുട്ടിയെയും ഒരുപോലെ കാണാതായതിനെ സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇയാളെ ഇന്നലെ രാത്രി 10:00 തന്നെ പോലീസ് ഇയാളുടെ വീട് ട്രാക്ക് ചെയ്യുകയും ഇയാൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് നടത്തിയ പോലീസിന്റെ മൊഴിയെടുപ്പിലാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടത്തിയതായിട്ട് ഈ 16-കാരനായിട്ടുള്ള പ്രതി തുറന്നു പറയുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന 16-കാരൻ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയതായിട്ടുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. അത് നമ്മൾ പോലീസിൽ നിന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു വിവരമല്ല. ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു വാക്കേറ്റമോ ഉണ്ടായിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് പോലീസിൽ നിന്ന് ലഭിച്ചതല്ല, നാട്ടുകാർ പറയുന്നതാണ്. അതിലൊരു വ്യക്തതയില്ല. പക്ഷേ അത്തരത്തിലൊരു തർക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നതിൽ നിന്ന് മനസ്സിലാവുന്നത് നേരത്തെ തന്നെ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ പരിചയമുണ്ടായിരുന്നു എന്നാണ്. ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഈ പറയുന്ന 14-കാരി. ഈ 16-കാരനും അങ്ങനെ തന്നെയാണ്. പക്ഷേ സ്കൂളിലേക്ക് എത്തിയിട്ടില്ല. ഈ പറയുന്ന സ്കൂളിലേക്ക് എത്താത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി വൈകുന്നേരം വരെ വീട്ടുകാർക്ക് അറിവുണ്ടായിരുന്നില്ല. വൈകുന്നേരം 5 മണിക്ക് ശേഷവും സാധാരണഗതിയിൽ പെൺകുട്ടി വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞതിന് ശേഷവും വീട്ടിലെത്താത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയുടെ കുടുംബം തയ്യാറാവുന്നത്. നേരത്തെ തന്നെ ഈ പറഞ്ഞ ആൺ സുഹൃത്തുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നിലനിൽക്കുന്നതിനാൽ തന്നെ അത്തരത്തിലുള്ള ഒരു സംശയവും സങ്കോചവും ആശങ്കയും ഒക്കെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ 5 മണിയോടുകൂടി തന്നെ പെൺകുട്ടിയെ കാണാനില്ല എന്നതിനെ സംബന്ധിച്ച് വിവരം സോഷ്യൽ മീഡിയ, അതായത് ഈ പ്രദേശത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പങ്കുവെക്കുകയും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. പോലീസ് സക്രിയമായി തന്നെ വിഷയത്തിൽ ഇടപെട്ടു. പല ഭാഗങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. നാട്ടുകാരുടെ സഹായമൊക്കെ പോലീസ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇന്നലെ നമ്മളിപ്പോൾ മൃതദേഹം കണ്ടെത്തിയ
നടത്തിയ ഈ സ്ഥലത്തിന് ഏകദേശം 1 കിലോമീറ്റർ തൊട്ടപ്പുറത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ വരെ പോലീസ് എത്തിയിട്ടുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ ട്രാക്ക് ചെയ്തിരുന്നെങ്കിലും പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഏകദേശം 8 മണിയോട് കൂടിയിട്ടാണ് പോലീസ് ഈ പറയുന്ന തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. 9 മണിക്ക് അടുത്ത സമയത്ത് ഈ പ്രതി, ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഈ പ്രതി തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് അനുമാനിക്കാൻ സാധിക്കുന്നത്, നമ്മൾ പറയുകയാണ്, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമെല്ലാം ഈ നാട്ടുകാരിൽ നിന്ന് നമ്മളിപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം 8 മണിക്കും 9 മണിക്കും ഇടയിലുള്ള സമയത്തായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഈ മൃതദേഹം പുറത്തേക്ക് മാറ്റാനുള്ള നടപടികളാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 11 മണിയോടുകൂടി ഇപ്പോൾ 2:30 4.5 മണിക്കൂറിലധികം നേരത്തെ ഇൻക്വസ്റ്റ് നടപടികളാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം തിരികെ കൊണ്ടുപോകാനുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ കൊണ്ടുപോകാനുള്ള നടപടികളാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന മൃതദേഹം ഇവിടെയുള്ള കാര്യം ഈ 14-കാരനായിട്ടുള്ള ആൺ സുഹൃത്ത് ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ള, ഇന്നലെ ഈ പെൺകുട്ടി പോയിട്ടുള്ള ആൺ സുഹൃത്തിൽ നിന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് ഇയാൾ തന്നെ ഈ പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്നതിനെ സംബന്ധിച്ച കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരുത്തേണ്ടത്. ആ രീതിയിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. ഇന്നലെയായിരുന്നു പെൺകുട്ടിയെ കാണാതായത്. ഇന്നലെ വൈകിട്ട് 5 മണിയോട് കൂടിയിട്ട് ഇത്തരത്തിൽ കാണാനില്ലതായിട്ടുള്ള വിവരങ്ങൾ പലതരങ്ങളിലും പ്രചരിപ്പിക്കുകയും പോലീസിൽ പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കരുവാരക്കുണ്ട് പോലീസ് നേതൃത്വത്തിലായിരുന്നു ഇന്നലെ ുള്ളത്. ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. എന്തായാലും ഒരു ക്രൂരകൃത്യമാണ് നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പരിചിതമായിട്ടുള്ള, അതായത് നേരത്തെ തന്നെ പരിചയമുള്ള ഒരു 14-16 വയസ്സുമുള്ള ആളാണ്, 16 വയസ്സുകാരനായിട്ടുള്ള പ്രതിയാണ് ഇത്തരത്തിൽ ക്രൂരകൃത്യം നടത്തിയിട്ടുള്ളത്. അയാളത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ പരിചയമുള്ള ഒരു പെൺകുട്ടിയാണ് എന്തിന് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തു എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ്. ഇതൊരു നാട്ടിൻ പ്രദേശമാണ്. ഈ പറഞ്ഞതുപോലെ ഇയാൾ ഇങ്ങോട്ടേക്ക് വരുന്നതിനെ സംബന്ധിച്ച എന്തെങ്കിലും പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ കാണുന്നതാണ്. ആ വിദ്യാർത്ഥികളെ ഏതറ്റം വരെ പോകും, ഏതറ്റത്തോളം അവർ ചിന്തിക്കുമെന്നൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലൊരു വാർത്തയാണ് മലപ്പുറത്ത് നിന്ന് വരുന്നത്. 16 വയസ്സുകാരനാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. 14-കാരിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സമഗ്രമായ അന്വേഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംശയങ്ങൾ ഏറെയുണ്ട്. അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ ചെറിയൊരു അസ്വാരസ്യങ്ങൾ ഇരു തമ്മിൽ ഉണ്ടെന്ന വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായി നമുക്ക് അത്തരത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും വിശദമായ അന്വേഷണത്തിന്റെ അതിന് പ്രാഥമിക ഘട്ടത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.